ഇത് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ് ഫീലിംഗ്, അതിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങൾ നമ്മൾ പിന്നീടുള്ള വർഷങ്ങളിൽ ഓരോ മൂവീസിൽ കണ്ടു. സോ ഹീ സ്റ്റാർട്ടഡ് അല്ലെ, ആ ഒരു നമ്മുടെ റെവല്യൂഷൻ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള സാധനം ഉപേന്ദ്ര സാറാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അകത്ത് കുറെ നമ്മൾ അറിയില്ലേ, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവാം, ചില ആൾക്കാർ എടുക്കുന്ന രീതി ഡിഫറെന്റ് ആവാം, പക്ഷേ ഹീ ഈസ് ദ മാസ്റ്റർ ഡയറക്ടർ. ആ ഒരു സംഭവമാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ സീനിലും. ലവിന്റെ കാര്യം പറഞ്ഞു, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ ഇമോഷൻ ഉണ്ട്.
അതാണ് ഏനില്ല ഏനില്ല ഏനിതാവേ ഏനിതേ ആർക്കറിയാം ಏನಿದೆ ನಮ್ಗೆ ಗೊತ್ತಾಗಬೇಕು, ನೆಕ್ಸ್ಟ್ ಸೀನ್ ಗೊತ್ತಾಗಬೇಕು. ബട്ട് ആ ഒരു സീനുകളില്ലേ ഫുള്ളി ട്രാക്ക് ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു രവീണ വന്നപ്പം തൊട്ടാണ് പിന്നെ ഫുള്ളി ഇങ്ങനെ മാറി 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 പ്രേമ വന്നു, പെട്ടെന്നാണ് പ്രേമ വരും ചെയ്തത്. ഫുള്ളി കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ പറയുന്ന വൺ എസ്പെഷ്യലി ദാറ്റ് ഫസ്റ്റ് ഗേൾ കണ്ടത് ലവ് ആണ്, പ്യുവർ ലവ്. പ്യുവർ ലവ്. പിന്നെ പ്രേമ വൈഫാണ്. പക്ഷെ ഏനില്ല ഏനില്ല സോ ഐ ഫീൽ എന്തോ ഒരു ഇമോഷണൽ കണക്ട് മാത്രമേ അവർ തമ്മിലുള്ളൂ. ദർ ഇസ് നോ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ഐ ഫീൽ അവരെന്തോ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് ആണ്. ബട്ട് വൈഫ് എന്നാണ് പേര്. ആൻഡ് മറ്റേ രവിയുടെ അടുത്താണെങ്കിൽ ജസ്റ്റ് ആ ഒരു നൈറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അവിടെ പറ്റാത്തത്, അത്രയും ഉയരത്ത് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് ഭയങ്കര ചലഞ്ച്. പിന്നെ അവിടെ പറഞ്ഞ മറ്റു സംഭവം മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് ബിക്കോസ് മാരേജ് ഇസ് എ മെയിൻ ടോർച്ചർ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവത്തിന് ഇപ്പൊ ഒരാളെ നമ്മൾക്ക് ടോർച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ മാരി ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോ അവിടെ ആ ഒരു സംഭവം ആണ് പുള്ളിക്കാരൻ. അതായത് ഹി ഹാസ് എ ഹേറ്റ്രഡ്, ആ ഒരു ഇഷ്ടമല്ലാത്ത ആ ഒരാളെയാണ് രവീണേനെ ഒട്ടും ഇഷ്ടമല്ല. ബട്ട് ദാറ്റ്സ് വൈ ഐ വാണ്ട് ടു മാരി ഹർ. ആൻഡ് ഇവിടെ ആണെങ്കിൽ മറ്റേ ആ ഒരു ദാമിനിന്നുള്ളത് ക്യാരക്ടർ, അവരെ ആ ഒരു സംബന്ധിച്ച ഫസ്റ്റ് ഭയങ്കര പ്യോർ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് അവിടെ ആരും ഗണപതിന്റെ അടുത്ത് പോയിട്ട് തൊടാറില്ല, ഗണേശന്റെ അടുത്ത് പോയിട്ട് ആരും പോയിട്ട് തൊടാറില്ല, സത്യം ചെയ്യാറില്ല. എന്താ പറയാ, അവര് തമ്മിൽ ഒരു ടച്ചിങ്ങോ സംഭവങ്ങളോ ഫിസിക്കൽ റിലേഷനോ ഒന്നും നടന്നിട്ടില്ല. ആ ഒരു ലവ് ആണ് അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ എക്സാക്ട്ലി ആ അലഗോറിക്കൽ സംഭവം ഇത് തന്നെയാണ്. അങ്ങനെയാ ഉള്ളത്. മൂന്ന് ഇമോഷൻ വിത്ത് ദ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന് 3 ഇമോഷൻസ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ആൻഡ് വൈസ് വേഴ്സ, അങ്ങനെയാണ് മെയിൻ ആയിട്ട് എനിക്ക് വേണം അവർ പറയാൻ പോകുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ജഗ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോർ ദ പീപ്പിൾ നമ്മളുടെ മലയാളത്തിൽ ശരിക്കും നമ്മള് ആ ഒരു സെയിം നമ്മള് കണ്ട ജോണേഴ്സും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തില് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന മൂവി ഇറക്കിക്കൊണ്ട് ആ ഒരു നമ്മൾ പറയില്ല ആ ട്രെൻഡ് അങ്ങോട്ട് ചെറുതായിട്ട് പൊളിച്ച് അത്ര കാലം വരെ നമ്മൾ കണ്ട സിനിമകളുടെ ഒരു സ്റ്റൈല് വേറെയാണ്. അപ്പം ആ സമയത്താണ് കുറെ ഔട്ട് ഓഫ് ഫോക്കസ് ഷോട്ടും തോന്നിയ പോലെ ക്യാമറ ആംഗിൾസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒബിയസ്ലി അതിനകത്ത് ഗോപികയാണ്. സോ ഇനീഷ്യലി സോങ്സ് ഇറങ്ങിയ സമയത്ത് അത് ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവില്ല, ഗോപികയാണോ വേറെ ഏതെങ്കിലും. ഞാനൊക്കെ നവ്യ നായരാണെന്നൊക്കെയാണ് ഗസ് ചെയ്തിട്ട്. ഇതിൽ ആ ഒരു സോങ്ങിന്റെ ഏരിയയിലാണ് കേട്ടോ, ആ സോങ്ങിന്റെ ഏരിയയിൽ ആ ഒരു ഷോട്ട് ഇങ്ങനെ കാണിക്കുന്നില്ലേ, അവരോട് എന്തെങ്കിലും കളിച്ചോ എന്നുള്ള രീതിയിൽ ഡാൻസ് കളിച്ചോ. പക്ഷെ ഷോട്ട് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് എങ്ങനെ, അത് ജയരാജ് സാറാണ് അതിന്റെ ഡയറക്ടർ. ആ സമയത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഡിഫറെന്റ് മൂവീസ് എടുക്കുന്നതാണ്. അപ്പം ഓരോ തവണയും ജോണർ മാറ്റിയിട്ട് അതൊരു വെറൈറ്റി സാധനം. അതല്ല ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അത്രയും നാളെ നമ്മള് മലയാളത്തില് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുര ഗാനങ്ങൾ പാടി എന്താ പറയാ ഇങ്ങനെ കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകളൊക്കെയാണ്. പക്ഷെ ജാസി ഗിഫ്റ്റ് വന്ന പിന്നെ നമ്മുടെ പേരൻസിന്റെ ജനറേഷനൊക്കെ എന്നുള്ളൊരു സംഭവം ശരിക്കും. പക്ഷെ നമ്മളത് ഏറ്റെടുത്ത് നമ്മൾക്ക് ആ ഒരു വൈബ് ശരിക്കും വൈബ് ഓൾസോ ഹാസ് ടു മാച്ച് വിത്ത് ദ മൂവി. ആ ഒരു എന്ത് സംഭവമാണെങ്കിലും നമ്മളിപ്പോ എന്താ പറയാണ്, ഓക്കെ വി ആർ ഫുള്ളി ക്ലോസിംഗ് ദ ഡോർ ഫോർ ദിസ് ജോണർ, ഡെഫിനറ്റ്ലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ആർ ഓപ്പൺ വിത്ത് ദ ജോണർ ആൻഡ് മോർ ഓവർ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകൾക്കേറ്റിംഗ് വിത്ത് അവർ ഓൺ എക്സ്പീരിയൻസ്. ആക്ച്വലി വി ഹാവ് ടു വാച്ച് വിത്ത് ഫുള്ളി മൈൻഡ്. അതായത് വെറുതെ ഒരു എൻജോയ്മെന്റ് മാത്രമല്ല ഈ സിനിമ എന്ന് പറയുന്നത്, കംപ്ലീറ്റ്ലി എൻജോയ്മെന്റ് അല്ല, കുറെ തിങ്ക് ചെയ്യാനുണ്ട്. ആ തിങ്ക് ചെയ്യുന്നതിന്റെ കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിഫറൻസ് കൊണ്ടുവരാൻ നോക്കിയ സാധനങ്ങൾ നോക്കണം. ഡയറക്ഷൻ, ആ ഒരു സ്റ്റൈല്, കാരണം പെട്ടെന്നാണ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ കൺഫ്യൂസ് ഞാൻ വാച്ച് ചെയ്യുന്ന രീതി ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഫ്രം ദ ബിഗിനിങ് ടിൽ നൗ നമ്മളെ മൂവി കണ്ടതിൽ there are so many points ഇവിടെ യുനോ എന്താ പറയുക, എനിക്കത് കുറച്ച് വന്നിട്ടുണ്ടായിരിക്കും മൈൻഡില്. ഓക്കെ, ആൻഡ് യു വുഡ് ഓൾസോ ടേക്കൺ സംതിങ്. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയതുകൊണ്ട് എടുത്തിരിക്കുന്ന രീതിയും സംഭവം ഡിഫറെന്റ് ആണ്. പിന്നെ അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പ്രത്യേകിച്ച് കള്ളിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും കൊടുക്കണം, അവിടെ ഒരു മറ്റേ നെഗറ്റീവ് ആണ് പോണത്. പക്ഷെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം വരുന്ന പോസിറ്റീവ് ആണ്. ആൻഡ് ഓൾഡൻ ഡേയ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ പറയാ, ഓൾഡൻ ഡേയ്സിലുള്ള ആളുകളൊക്കെ ലഹരികളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. എന്താ, ദേ വർ വെരി ഹാപ്പി, ലൈക് ദേ വർ നമ്മൾ ഇതിലൂടെ ഒരു രീതിയിലുള്ള ലഹരിയോ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, നോട്ട് ടു ഇറ്റ്. പക്ഷെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ ഒരു മൂവിയുടെ ബേസിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും നമ്മളത് എൻകറേജ് ചെയ്യുന്നതല്ല, അത് ഓരോരുത്തരുടേതാണ്. അത് എന്റെ രീതി ആയിരിക്കില്ല നിങ്ങളുടെ രീതി. പക്ഷെ എന്താ നമ്മൾ പറയാണ്,
statutory one. Kind of. അതെന്ന് വെച്ചാൽ ആ ഒരു സിനിമേന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞില്ല, അവിടെ പറഞ്ഞ ആ കാര്യം എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റീവാണ്. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ അത് അദ്ദേഹം പറയുന്നത് ഞാൻ PM ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മറ്റേ കൊടുക്കുന്നത്, അത് നെഗറ്റീവാണ്. പക്ഷെ അതിന്റെ ലക്ഷ്യം അതായത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാം, അതായത് എല്ലാരും ഓപ്പൺ ആവണം. മക്കളുടെ അടുത്ത് ഓപ്പൺ ആവാത്ത ആള് അവിടെ അത് കഴിഞ്ഞപ്പോ ഓപ്പൺ ആയി. എനിക്ക് that point connected me like anything. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓൾ ദ ഗേൾസിനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ആ ഒരു എന്താ ശരിക്കും that's a bitter truth for especially girls. അത് കേൾക്കുന്ന സമയം ബട്ട് എവ്രിബഡി അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. കാരണം ശരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ച് അങ്ങനെ ആയിരിക്കില്ല. 95 എടുത്തൊരു മൂവി ആയതുകൊണ്ട് ആ സമയത്തെ ഫാദർ അങ്ങനെ ആയിരിക്കണം. അത് പൊതുവെ പ്രത്യേകിച്ച് അതിൽ ബ്രാഹ്മൺ എന്നുള്ള ക്യാരക്ടർ കാണിച്ചിട്ടുണ്ട്. അത് മാത്രല്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഒരു ഗേൾ കുട്ടി വീട്ടിൽ ജനിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വെൻ പീപ്പിൾ വിൽ ഗെറ്റ് ടു നോ ദാറ്റ്സ് ഗേൾ, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഡയറക്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഓക്കെ ഇവരെങ്ങനെയെങ്കിലും ഹാവ് ടു മേക്ക് ദം മാരി, ഡൗറി തിങ്, ഹാവ് ടു എന്താ ഹാർഡ് വർക്ക് ലൈക്ക് എനിത്തിങ്. അതൊക്കെ ആയിരിക്കും ഒരു പേരന്റിന്റെ, അതൊരു മിഡിൽ ക്ലാസ് പേരന്റിന്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ മിഡിൽ ക്ലാസ് ആണെങ്കിലോ ലോവർ ആണെങ്കിലോ ഏത് ക്ലാസ്സിന്റെ ആണെങ്കിലോ അതായിരിക്കും മൈൻഡിലേക്ക് കൂടെ. അതായത് അവരുടെ ആ റെസ്പോൺസിബിലിറ്റി സംഭവം വരുമ്പോ ആക്ച്വലി ദേ ആർ സ്പോയിലിംഗ് ദെയർ സെൽഫ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യുന്ന ആ കുട്ടീനെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതാണ്. അല്ലാണ്ട് ആ കുട്ടീനെ പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ആ കുട്ടീനെ പഠിപ്പിക്കണമെന്നോ ഓർ ഡിസ്കവർ that girl, make her understand how powerful that girl is, and explore the world. അതൊന്നും അല്ല ശരിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സർപ്രൈസ് ആവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവി 1995 ഇറങ്ങി and till now we didn't know about it. 95 മൂവി ഇപ്പൊ കാണുന്നത് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ് ഫീലിംഗ്. അതിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങൾ നമ്മൾ പിന്നീടുള്ള വർഷങ്ങളിൽ ഓരോ മൂവീസിൽ കണ്ടു. സോ ഹീ സ്റ്റാർട്ടഡ് അല്ലെ, ആ ഒരു നമ്മുടെ റവല്യൂഷൻ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള സാധനം ഉപേന്ദ്ര സാറാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അകത്ത് കുറെ നമ്മൾ അറിയില്ലേ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവാം, ചില ആൾക്കാർ എടുക്കുന്ന രീതി ഡിഫറെന്റ് ആവാം. പക്ഷേ he is the master director. ആ ഒരു സംഭവമാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ സീനിലും. കാരണം എന്ന് വെച്ചാൽ ഒരു മൂവിയിലും നമ്മളുടെ മൈൻഡിനെ എന്താ പറയാ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഓപ്പൺ അപ്പ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മൂവി, ഒരു മൂവി അല്ലാതെ. അതായത് പല ആളുകളുടെയും ലൈഫിൽ ഇമോഷൻസിന്, അതായത് ഏത് തരം ഇമോഷൻസിനെയാണ് തൊട്ടുണർത്തേണ്ടത് എന്നുള്ളത് he knows exactly. ആ എല്ലാ പോയിന്റ്സും he just and he knows like he is not worried about others. Actually, as a Ubendra sir, as a director, he is not worried about others. He is just seeing that he is getting the satisfaction with the movie. ആ മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ തുറന്നു പറയും. എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ഉണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദ മൂവി. ആ ഒരു സാധനം കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉപേന്ദ്ര സാറിന്റെ ഒരു മൂവി കാണുന്നത്. ദാറ്റ് മീൻസ് ഡയറക്ഷനിലോ ആ മൂവി കണ്ടിട്ടുണ്ട്, ഞാൻ അതിന് ഷോക്കായിരുന്നു, അത് വേറെ ലെവല്. പക്ഷെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് മൂവി, ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഓൾറെഡി ഓമില് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വി വിറ്റ്നസ്ഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം there is something is going to come. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് അതിന്. പക്ഷേ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് എവറിത്തിങ് 100 out of 100 നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. ഉപ്പി സർ ഏത് മനസ്സുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ട്. കാരണം ഇത്രയും നാളെ നമ്മൾ ഓക്കെ ഉപ്പി സർ, ഓക്കെ എവറിബഡി ഈസ് കോളിംഗ് ഹിം ലൈക്ക് ദാറ്റ്, ഓക്കെ വി ആർ ഓൾസോ കോളിംഗ്. പക്ഷേ the more we are getting to know about him, we started liking him, like especially the concept he used, the daring thing. all കാലഘട്ടത്തിൽ complete daring ഒന്നും പറയാനില്ല. Thank you for the suggestion. Actually ഈ ഒരു മൂവി we supposed to do it at the time of almost 6 months before. അല്ലെ, ഓമിന്റെ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ every time we'll have some other thing. ഈ മൂവി എടുക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, അത് ക്വൈറ്റ് കോമൺ ആണ്. അപ്പൊ അങ്ങനെയാണ് നീണ്ടു വന്നത്. സോ നൗ we thought okay we'll take it and we'll explore it, liking it. ഇപ്പൊ എന്തായാലും അടുത്ത സീന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്, ക്യൂരിയസ് ആണ് നമ്മൾ ശരിക്കും. ഒരു സ്പോയിലറും പറയരുത് പ്ലീസ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.